ഫെറേരയുടെ ടച്ചോടുകൂടി ഈ മത്സരം ആരംഭിക്കുകയാണ്. ഒരു സാമ്പിൾ കണ്ടു. നമ്മൾ പ്രതീക്ഷിച്ചത്, ഞാൻ പൊതുവെ കളി തുടങ്ങുമ്പോൾ തന്നെ കൂടെയുള്ള സഹ കമന്റേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, എനിക്കൊരു ഗോൾ വരുമോ എന്നൊരു സംശയം ഉണ്ട്. ആ ഒരു പ്രകടനം ഇവിടെ നമുക്ക് കെവിൻ സിബിൽ ആഷിഖ് കുർണിയനെ ഫൗൾ ചെയ്യുന്ന കാഴ്ചയാണ്. ഇന്ത്യൻ ടീമിലേക്ക് എത്താമെന്നുള്ള പ്രതീക്ഷയിൽ സിറോജിന്റെ ഫ്രീ കിക്ക്, നല്ല ബോളായിരുന്നു. പെനാൽറ്റി സ്പോട്ടിൽ നല്ല സമ്മർദ്ദവും ഉണ്ടായിരുന്നു. പിന്നീട് അത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടായിരുന്നു. കാരണം അൻവർ അലി സനയുടെ മുകളിൽ കയറി അദ്ദേഹത്തിന് പൊങ്ങാൻ പറ്റാത്ത രീതിയിൽ കരങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഓഫ് സൈഡ് ഫ്ലാഗ് തന്നെയാണ് അവിടെ ഉയർന്നത്. ഇടതുവശത്ത് വിഷ്ണുവും എഡ്മണ്ടും നന്നായി കമ്പൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം രണ്ടുപേരും യങ്സ്റ്റേഴ്സ് ആണ്. മാത്രമല്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നു. ആഷിഖിന്റെ ലോങ് റേഞ്ച് ഷോട്ട്, ഒരു ബുള്ളറ്റ് ഗോളുമായി ആഷിഖ് കുർണിയൻ. മലയാളികൾ ഗോൾ അടിക്കുന്നത് ഒരു പതിവാക്കി മാറ്റുകയാണ് ഈ താരം. ഒരു ഷോട്ടാണ്, ലോങ് ബോള്, കൃത്യമായി ആ പന്ത് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. രണ്ട് ഡിഫൻഡേഴ്സിനെ മറികടക്കുന്നു. അതിനുശേഷം ബുള്ളറ്റ് ക്രാക്കർ തന്റെ വലത് കാല് കൊണ്ടാണ് ആ ഗോൾ നേടിയിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ ഗോൾ കീപ്പേഴ്സിന്റെ ഫുൾ സ്ട്രെച്ച് ഡൈവ് ഉണ്ടായിരുന്നു. അതൊരു കർവിംഗ് ഷോട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, അതൊരു ബുള്ളറ്റ് ഷോട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ അതൊരു മനോഹരമായ ഗോളാണോ എന്ന് ചോദിച്ചാൽ യെസ്, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഗോൾ. അഡ്വാൻറ്റേജ് ആണ്, കാരണം അത് ആ ഫ്ലിക്ക് കറക്റ്റ് ആണെങ്കിൽ ഗോൾ കീപ്പർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു മൂവായി മാറുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ടച്ച് അത്ര മികച്ചതാകുന്നില്ല, ആ ഫ്ലിക്ക് അത്ര മികച്ചതാകുന്നില്ല. എങ്കിലും ആ യെല്ലോ കാർഡ് കൈപ്പറ്റിയിട്ടുണ്ട്. ആഷിഖ് കുർണിയനെ പിടിച്ച് വലിച്ചിടുന്നതിനാണ് നമ്മൾ നേരത്തെ റഫറി പിടിച്ച് വലിക്കരുത് എന്ന് കൃത്യമായ ഒരു നിർദ്ദേശം പോലും ഒന്ന് ഞെട്ടിപ്പോയിട്ടുണ്ടാവും. കോർണറിൽ ഉദ്ദേശിച്ച കണക്ഷൻ കിട്ടുന്നില്ല. മികച്ച ഒരു സിസർ കട്ടുമായി കൊടുക്കുന്നു അൻവർ അലി മറുപടി. അൻവർ അലി ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഡിഫൻഡർ താനാണെന്ന് പലവട്ടം കാണിച്ചിട്ടുണ്ട്. എന്നാൽ വെറും ഒരു ഡിഫൻഡർ മാത്രമല്ല, ഗോൾ അടിക്കാനും കഴിവുണ്ടെന്ന്. നല്ല മികച്ച ബോളുകളാണ് നൽകിയതെങ്കിൽ ഇന്നത്തെ മത്സരത്തില് മികച്ച ഒരു ആക്രോബാറ്റിക് ഷോട്ടുമായി ആ കോർണർ കിക്കില് ഡിഫൻഡ് ചെയ്യാൻ ബാംഗ്ലൂർ നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു. ആ പന്ത് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ ഡിഫൻഡേഴ്സിന് സാധിച്ചില്ല. അതിനുശേഷം സെക്കൻഡ് ബോളിലേക്ക് കാഴ്ചക്കാരായി നിൽക്കുന്ന ഡിഫൻഡേഴ്സിന്റെ ഇടയിലാണ് ആക്രോബാറ്റിക് ഷോട്ടുമായിട്ട് ഗോൾ കീപ്പറേവാണ് ഈസ്റ്റ് ബംഗാൾ നടത്തിയിരിക്കുന്നത്. ഒരു ക്ലവർ ആയിട്ടുള്ള ക്വിക്ക് ഫ്രീ കിക്കിലൂടെ മിഗ്വേൽ വിഷ്ണുവിനെ കണ്ടെത്തുകയും അതിനുശേഷം ഒരു ചെറിയൊരു അപകട സാഹചര്യവും ഫൗൾ വിസിൽ ഗോളൊക്കെ പ്രതീക്ഷിച്ചുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഫൗൾ വിസിൽ അല്പം ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഈസ്റ്റ് ബംഗാൾ പ്രതീക്ഷിച്ചതുപോലെയല്ല ബാംഗ്ലൂർ FC-ക്കാണ് കിട്ടുന്നത്. നേരത്തെ ആ ഒരു കാര്യത്തിൽ അപ്പീൽ ചെയ്യുന്ന ഈസ്റ്റ് ബംഗാൾ താരത്തിന് അവിടെ യെല്ലോ കാർഡ് കാണിക്കുന്നതും കാണാം. കാര്യങ്ങളൊരല്പം കൈവിട്ടു പോവുകയാണ്. കളിക്കാരും പരിശീലകരും ഒക്കെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണോ? കയ്യാങ്കളിക്ക് പറ്റിയൊരു മത്സരമാണ്. എനിക്ക് തോന്നുന്നു എഡ്മണ്ടിന് യെല്ലോ കാർഡ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. യെസ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആഷിഖ് കുർണിയന്റെ ദേഹത്ത് മനഃപൂർവ്വം പന്തടിക്കാൻ ശ്രമിച്ചതിന് മിഗ്വലിന് ഒരു യെല്ലോ കാർഡ് വരുന്നു. അദ്ദേഹം ഒരു യെല്ലോയിലാണ്. എഡ്മണ്ട് ബോക്സിന് വെളിയിൽ നിന്ന് എഡ്മണ്ടിന് ലോങ് റേഞ്ച് പുറത്തേക്ക് എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഏറ്റവും നല്ല കഴിവുള്ള ഒരു താരത്തിനെ വിമർശിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുകയാണ്. കെവിൻ സിബിൽ ഒരിക്കൽ കൂടി ആ പന്ത് നേടി മുന്നേറാനുള്ള ശ്രമം, ഒരു ഫൗൾ നേടിയെടുക്കുകയാണ്. പിന്നിൽ നിന്ന് റോഷൻ സിംഗ് ഫൗൾ ചെയ്യുമ്പോൾ ഈസ്റ്റ് ബംഗാൾ താരങ്ങൾ അവിടെ ചുറ്റും കൂടുന്നുണ്ട്. ആ യെല്ലോ കാർഡ്, യെസ്, ആ വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതൊരു ബ്ലണ്ടർ തന്നെയാണ്. കാരണം ഒന്നാമതേ പാസ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരാളെ പോയിട്ട് അൻവർ അലി മറ്റൊരു ക്രോസ് ആയിരുന്നു. സുനിൽ ഛേത്രി, ബ്രയാൻ സാഞ്ചസിന്റെ ഒരു അക്രോബാറ്റിക് എഫേർട്ട് ഓഫ് ടാർഗറ്റിൽ മാത്രം കലാശ ആ ഒരു ആംഗിൾ. അതേപടി തന്നെ സുരേഷിന്റെ ക്രോസ് വരുമ്പോൾ അത് സെക്കൻഡ് ബോളിലാണ് ആ ഒരു ശ്രമം. ആദ്യ മുന്നേറ്റം വളരെ ഞാൻ പറഞ്ഞത് ഒരു യെല്ലോ കാർഡിലാണെങ്കിലും രാഹുൽ ബേക്കയിൽ അത്ര പേടിയില്ല. പക്ഷെ ഈ പറയുന്ന പോലെ ചില സമയത്ത് അങ്ങനെ ചെയ്യേണ്ടി വരും ടീമിന് വേണ്ടി. മറ്റൊരു റയാൻ വില്യംസ് ആക്രമണം, അതിനുശേഷം വരുന്ന റീബൗണ്ട് വലയിൽ എത്തിക്കുന്നു സുരേഷ് വാങ്ജം. ഈസ്റ്റ് ബംഗാളിന്റെ പ്രതിരോധത്തിൽ പറ്റിയ മറ്റൊരു പാളിച്ച. റയാൻ വില്യംസ് സ്പേസ് മുതലാക്കി നൽകണം. കാരണം ആ ക്രോസിന്റെ വെയിറ്റ് ഓഫ് ദ ക്രോസ് അവിടെയാണ് മികച്ചു നിന്നത്. ആ ബോൾ നിയന്ത്രിക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഗില്ലിന്റെ കയ്യിൽ നിന്നും അത്
തട്ടിത്തെറിക്കുന്നു കൃത്യമായി ആ ബോളിലേക്ക്. അത് മനസ്സിലാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല വിഷ്ണു നല്ല മനോഹരമായിട്ട് തന്നെ കയറാനുള്ള ശ്രമം. അതിനിടയിലുള്ള അദ്ദേഹത്തിന്റെ ക്രോസ് ബോളിൽ തട്ടി നിൽക്കുകയാണ് ബോക്സിനുള്ളിൽ വിഷ്ണു. 2 താരങ്ങൾ വന്ന് അദ്ദേഹത്തിന് പോകാനുള്ള മാർഗം തന്നെ. വിഷ്ണുവിനെ അവിടെ 3 താരങ്ങളാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ നിന്നും ഒരു ഷോട്ട് ഫ്ലാങ്കിലാണ് ഇത്തവണ ആഷിഖിന്റെ ഫസ്റ്റ് ടൈം ക്രോസ്. ഫ്രീ ആയിട്ട് തന്നെ സാഞ്ചസിനെ കണ്ടെത്തി. സാഞ്ചസ് ടെസ്റ്റ് വഴി റയാൻ വില്യംസിന് നൽകാനുള്ള ശ്രമമായിരുന്നു. അനാവശ്യമായ ഒരു ഫൗള് ചെയ്ത് കൗണ്ടർ അറ്റാക്ക് പ്രിവെന്റ് ചെയ്തു. അതൊക്കെ ശരി, എന്നാൽ അത് എത്രത്തോളം നഷ്ടപ്പെടുത്താന്നുള്ള സൂചനകൾ നൽകുന്നത്. കാരണം ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണ്. 11 പേരുണ്ട്, മറുവശത്ത് 10 പേര് മാത്രമേ ഉള്ളൂ. ഇനി ഈ മത്സരത്തിനെ ഒന്ന് നല്ല രീതിയിലാവും. ആദ്യ പകുതിയുടെ വിസിൽ മുഴങ്ങുമ്പോൾ അശ്വിന്റെ വിസിൽ എത്തുകയാണ്. ആദ്യ പകുതിയിൽ ഈസ്റ്റ് ബംഗാൾ 1, ബാംഗ്ലൂരു FC 2. എന്നാൽ ഏറ്റവും നിർണായകമായ കണക്ക് ഈസ്റ്റ് ബംഗാൾ 10 പേരായി ചുരുക്കപ്പെട്ടിരിക്കുകയാണ്. 3 ഗോളുകളും വന്നത് ഇന്ത്യൻ താരങ്ങളുടെ ബൂട്ടിൽ നിന്നാണ്. ആഷിഖ് കുരുണിയനും അൻവർ അലിയും സുരേഷ് വാങ്ജമും വല കുലുക്കിയപ്പോൾ നല്ല സംഭവ ബഹുലമായ ആദ്യ പകുതിയാണ് കണ്ടത്. കേണ്ടിയിരിക്കുന്നു അശ്വിൻ മിഗ്വേൽ ഫെരേരയ്ക്ക് കൊടുത്ത് അദ്ദേഹത്തിന്റെ വിസിലോടുകൂടി സുനിൽ ഛേത്രിയുടെ ടച്ചോടുകൂടി 2ാം പകുതിക്ക് തുടക്കമാവുകയാണ്. സ്ക്രീനിന്റെ ഇടത്തു നിന്നും വലത്തോട്ട് നീല നിറമുള്ള ജേഴ്സിയിൽ ബാംഗ്ലൂരു FC ആണ് ഒരു വളർച്ച. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റാറ്റ്സും ഫുട്ബോളും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാൻ പറ്റണം എന്നുള്ളതാണ് വിജയം. അതിലേക്ക് വരാം. ലോങ് റേഞ്ച് ഷോട്ട് വരാം. ഈസ്റ്റ് ബംഗാളിന് ഒരു അവസരം. ബിബിന്റെ ക്രോസ് SHRക്കല്ല, നേരെ സനയിലേക്കാണ്. രാഹുൽ ബേക്കയിലേക്കായിരുന്നു. ലോങ് റേഞ്ച് എഫേർട്ട്. വീണ്ടും സന, വീണ്ടും ഒരു ലോങ് റേഞ്ച് എഫേർട്ട് കണ്ടെത്തുകയാണ് ഈസ്റ്റ് ബംഗാൾ സൗൾ ക്രസ്പോയിലൂടെ. സമനില ഗോൾ വരുന്നു എന്നുള്ള തോന്നലുള്ള ഒരു ബാനർ കണ്ടിരുന്നു, ഫാദർ ടു സൺ എന്നുള്ള ബാനർ. ഇവിടെ ഈസ്റ്റ് ബംഗാൾ ആരാധകർ അതിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു നിമിഷത്തിലേക്കാണ്. ആ 2ാമത്തെ കിക്ക് പവർഫുൾ ആണ്. 2ാമത്തെ കിക്ക് ആ സെക്കൻഡ് ബോർഡിലേക്ക് ഡിഫൻസിന് എത്തിപ്പെടാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഗോൾ കീപ്പറിൽ ഒരു സംശയവുമില്ല. എന്നാൽ അതോടൊപ്പം ഒരു ചോദ്യം വരുന്നു. ഈ ഒരു സെറ്റ് പീസ് പ്രതിരോധിക്കുന്നു മനോഹരമായി തന്നെ. അതോടൊപ്പം വരുന്ന ചോദ്യം ആയിട്ട് ഈ മത്സരത്തിൽ നിയോഗിച്ചിട്ടുള്ള റൈറ്റ് വിങ് ബാക്ക് ബിബിൻ. ഒരു ക്രോസ് ശ്രമം. അൻവർ അലി അത്യാവശ്യം വെള്ളം കുടിച്ചിട്ടാണെങ്കിലും ആദ്യം ഒന്ന് നിഷ്ഫലമാക്കിയിരുന്നു. ആഷിഖ് കുരുണിയെ നൽകിയ ആ ഒരു പന്ത്, അതിനുശേഷം സോഹത്തിന്റെ വളരെ ഡീപ്പായിട്ടുള്ള കോർണർ പ്രതിരോധിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ. റീസൈക്കിൾ ചെയ്യുന്നു സിറോജിന്റെ ക്രോസ്. പറഞ്ഞേ ഉള്ളൂ, പക്ഷെ ആ യെല്ലോ കാർഡ് തന്നെ ആയിരിക്കാം അതിനുള്ള കാരണം. ബോക്സിലേക്ക് റയാൻ വില്യംസിനെ കണ്ടെത്തുന്നു. ഗോൾ കീപ്പർ മറികടന്ന് 0 നിന്നും ഒരു അത്യുഗ്രൻ ഗോൾ. എന്നാൽ റഫറിയുടെ വിസിലിന് കാത്തിരിക്കുക. മാജിക്. വില്യംസിന്റെ ആ റണ്ണൊന്ന് ശ്രദ്ധിക്കുക. എവിടുന്നാണ് അദ്ദേഹം വരുന്നത്? ഓഫ് ദ ബോൾ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു, ആ വഴി ഒരുക്കി കൊടുക്കുന്നു സഹതാര്യം. പക്ഷേ മിറാക്കിൾ ഗോൾ എന്ന് തന്നെ പറയണം. അത്ഭുതകരമായ ആ ഗോള്. ഗോൾ കീപ്പറെ മറികടന്നതിന് ശേഷം ആ ആംഗിൾ ഒന്ന് ശ്രദ്ധിക്കുക. ത്രൂ ബോൾ ആയിരുന്നു സോഹം വാർഷനെ അവിടെ നൽകിയത്. ഗംഭീരമായ ഒരു തിരിച്ചുവരവ് ബാംഗ്ലൂരുവിൽ നിന്നും. ബാംഗ്ലൂരു നമ്മുടെ റയാൻ വില്യംസിന്റെ ക്രോസുകൾ. മറ്റൊരു സെറ്റ് പീസ് ക്ലിയർ ചെയ്യുന്നു. അതിന്റെ സെക്കൻഡ് ബോൾ പക്ഷേ തന്നെ പ്രതിരോധിക്കുന്നു. ആ സെക്കൻഡ് ബോൾ വിജയിച്ച ഒരു കൗണ്ടർ അറ്റാക്ക് സാധ്യത. റയാൻ വില്യംസ് വേഴ്സസ് ഗിൽ. ബോക്സിന് ഒത്തിരി വെളിയിൽ വന്നാണ് അത് ഗില്ല് ക്ലിയർ ചെയ്യുന്നത്. നാരായണനെയൊക്കെ ഒരു സ്ട്രൈക്കറായിട്ട് കണ്ടെങ്കിൽ ഇത്തവണ വിനീത് വെങ്കടേഷനെയാണ് അവസാന മിനിറ്റുകളിൽ ആ പൊസിഷനിൽ പരീക്ഷിക്കുന്നത്. അതിനിടയിൽ പകരക്കാരനായി വന്ന സോഹം വാർഷനെ ഒരു യെല്ലോ കാർഡ്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, ഏറ്റവും കൂടുതൽ കാർഡ് വാങ്ങിയ മത്സരമായി മാറും. അല്ല, നമ്മള് വിഷ്ണു ഓങ്ങി പക്ഷെ കൊടുത്തില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഒരു ലോങ് റേഞ്ച് എഫേർട്ട്. അതിനിടയിൽ ഒരു ലോങ് ബോക്സിന് തൊട്ട് കളിച്ചത് ഫെയർ ആണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ഈസ്റ്റ് ബംഗാൾ ചാൻസ്. ഫിനിഷ് 3-3. 96-ാം മിനിറ്റ്. ഈ സമയത്തെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. 96-ാം മിനിറ്റ് സമയമായിട്ടില്ല എന്ന്. ഇത്തവണ സമയമായി. അതിനെ പ്രതിരോധിക്കാൻ ബാംഗ്ലൂരു ഡിഫൻസിന് സാധിക്കുന്നില്ല. ഷൂബർ, ഡാനിഷ് സ്ട്രൈക്കർ, മേക്കിംഗ് നോ മിസ്റ്റേക്ക്. ആ കൺഫ്യൂഷന്റെ ഇടയിൽ നിന്നും അദ്ദേഹം ആ കൃത്യമായി പ്ലേസ്മെന്റ് ആണ് ഏറ്റവും മികച്ചത്. നിന്നാണ് ആ ഗോൾ വരുന്നത്. ഇതാണ് ഫെയർ പ്ലേ എന്ന് പറയുമ്പോൾ നിങ്ങളും ഫെയർ ആയിരിക്കണം. ആ ഫെയർ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാൾ